ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? തിരുവോണത്തിനെ പറ്റി പഠിച്ചു. അത് കഴിഞ്ഞ് മാവേലിയെ പറ്റി പഠിച്ചു അല്ലേ? നല്ലൊരു പാട്ട് പഠിച്ചു തിരുവോണത്തെ പറ്റി. എല്ലാവരും പഠിച്ചോ? അത് വായിക്കാൻ പഠിച്ചോ എല്ലാവരും? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പിന്നെയോ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അല്ലേ? നല്ലൊരു പാട്ട് പഠിച്ചു. എല്ലാ മക്കളും കാണാതെ പഠിക്കണേ. ഓക്കെ, എല്ലാവർക്കും വായിക്കാൻ അറിയോ ഇപ്പൊ അത്? ഓക്കെ, എല്ലാരും പാടാൻ പഠിച്ചോ അത്? നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് പേജ് നമ്പർ 51. ഓൾ ഓഫ് യു ലിസൺ. പേജ് നമ്പർ 51 എടുത്തോ എല്ലാ മക്കളും? ഓക്കെ, ശ്രദ്ധിക്കുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, മഹാബലിനെ പറ്റി ഉള്ള ഒരു ഐതിഹ്യ കഥ. എങ്ങനെ, ഏത് ദിവസമാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത് എന്നല്ലേ? തിരുവോണം എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമാണ് അല്ലേ? അപ്പൊ അത് ചിങ്ങമാസത്തിൽ വരുമ്പോഴാണ് നമ്മൾ തിരുവോണം, ഓണം ആയി ആഘോഷിക്കുന്നത് അല്ലേ? ചിങ്ങമാസത്തിലെ തിരുവോണം നാളാണ് നമ്മളെ ഓണം ആഘോഷിക്കുന്നത് അല്ലേ? അന്ന് വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഒരുക്കി, നല്ല പുതുപുത്തൻ ഓണക്കോടിയൊക്കെ ഉടുത്ത് അല്ലേ, മുറ്റത്ത് പൂക്കളൊക്കെ റെഡിയാക്കി എന്ത് ചെയ്യും, ഊഞ്ഞാലൊക്കെ കെട്ടി ആടി എല്ലാവരും മാവേലിയെ വരവേൽക്കും അല്ലേ? കാത്തു നിൽക്കും നമ്മൾ അല്ലേ? ഓക്കെ, അതിന് മുന്നേ ഉള്ള ഒരു ഐതിഹ്യ കഥ നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ് മിസ്? ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കണേ. എല്ലാ മക്കളും വായിക്കുന്നുണ്ടോ? വായിക്കാൻ പറ്റുമോ എല്ലാവർക്കും? പണ്ട് കേരളത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. പേര് മഹാബലി. അദ്ദേഹം പ്രജകളെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. ഒരു നാൾ വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. മഹാബലി സമ്മതിച്ചു. വാമനൻ ഒരടി കൊണ്ട് ഭൂമി മുഴുവൻ അളന്നെടുത്തു. അടുത്ത അടി കൊണ്ട് സ്വർഗവും അളന്നു അല്ലെ? മൂന്നാമത്തെ അടിക്ക് വേണ്ടി സ്ഥലമില്ല. അപ്പൊ എന്ത് ചെയ്തു? മൂന്നാമത്തെ അടിക്കായി വാമനൻ തന്റെ കാലുയർത്തി. മഹാബലി തല കാണിച്ചു കൊടുത്തു. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അതാണ് നമ്മൾ പറഞ്ഞ കഥ അല്ലെ? വർഷത്തിലൊരിക്കൽ അങ്ങനെയുള്ള ആ മഹാബലി, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ആ മഹാബലി വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ വേണ്ടി എത്തുന്ന ദിവസമാണ് ഏത്? ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ അല്ലെ? അന്നാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുവാദം കിട്ടിയ അന്നാണ് മഹാബലി നമ്മളെ കാണാൻ വരുന്നതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അല്ലേ? അപ്പോൾ വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാനായി തിരിച്ചു വരാൻ വാമനൻ മഹാബലിക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ മഹാബലി തൻ്റെ പ്രജകളെ കാണാനായി വരുന്ന ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ അല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എല്ലാവർക്കും? ആ കഥ മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പോ എല്ലാരും ഇത് വായിക്കാൻ പഠിച്ചോ? ഇല്ലേ? ഇല്ലേ നീയ? എന്തേ നീയ? പഠിച്ചോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പേജിൽ നമുക്ക് എന്താണെന്നും കൂടി നോക്കാം അല്ലെ? എന്നിട്ട് നമുക്ക് ഈ പാഠം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വായിക്കാം അല്ലെ? അപ്പോ പേജ് നമ്പർ 52 എല്ലാവരും എടുക്കുക, ശ്രദ്ധിക്കുക അല്ലെ? എന്താണ് അവിടെ എഴുതിയത്? നിങ്ങൾ ചിഹ്നങ്ങൾ പഠിച്ചവരാണേ, വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. എന്താണ് അവിടെ എഴുതിയത്? ഫസ്റ്റില് എല്ലാരും നോക്കിയേ, ശ്രമിച്ചു നോക്കിയേ. എന്താ നീ അവിടെ എഴുതിയത്? നീയാ എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്? വായിച്ചോ, അൺമ്യൂട്ട് ചെയ്ത് വായിക്ക്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഓണസദ്യ അല്ലേ? ഓണസദ്യ എല്ലാവർക്കും പ്രിയപ്പെട്ടതല്ലേ? ആണോ? എത്ര ആർക്ക് ഇഷ്ടമാണ് ഓണസദ്യ? ഓണസദ്യ അല്ലേ ഇഷ്ടം? സദ്യ അല്ലേ ഇഷ്ടം? അല്ല ബിരിയാണിയാണോ ഇഷ്ടം എല്ലാവർക്കും? രണ്ടും ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, ഇന്നലെ ഒരാൾ ബിരിയാണി എല്ലാം കഴിച്ചവര് ഇവിടെ ഇരിക്കുന്നുണ്ടേ. അപ്പോ ഓണസദ്യനെ കുറിച്ച് നമ്മളിപ്പം പറയുന്നത് അല്ലേ?
അപ്പോ എന്താണ് ആദ്യം പറഞ്ഞത്? നിങ്ങൾ കണ്ടോ ഒരിലയില് എല്ലാ കൂട്ടം കറികളും ഒക്കെ വിളമ്പി വെച്ചിട്ട് കണ്ടോ? കണ്ടു അല്ലേ? അപ്പൊ ഫസ്റ്റ് വൺ എന്താണ് കറിയുടെ പേര് എഴുതിയിട്ടുള്ളത്? സദ്യക്ക് എന്തെല്ലാം കറികളുണ്ട് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? സദ്യക്ക് എന്തെല്ലാം കറികളുണ്ട്. അതിൽ ഫസ്റ്റ് കോളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കിയേ ആൻഡ്രോസേ, ഒന്ന് വായിച്ചേ ആൻഡ്രോസേ. ഇവിടെ അല്ലല്ലോ ശ്രദ്ധിക്കുന്നത്, അമ്മയോടാണെന്ന് തോന്നുന്നു വർത്താനം പറയുന്നുണ്ട് അല്ലേ ദേവാനന്ദേ? ഓക്കെ, ആൻഡ്രോസ് ഒന്ന് വായിച്ചേ. ഫസ്റ്റ് എന്താണുള്ളത്? ഏത് കറിയുടെ പേരാണുള്ളത്? ഒന്ന് വായിച്ചു നോക്കി. സാമ്പാർ അല്ലേ? സാ കാച്ചിനോട്ടിട്ടുണ്ട്, ഇമ്പ എഴുതിയിട്ടുണ്ട്, ആച്ചിനോട്ടിട്ടുണ്ട്, ചില്ലക്ഷരമായ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് പറയും? സാമ്പാർ അല്ലേ? സാമ്പാർ. ഓക്കെ, അപ്പോ എല്ലാവരും പെൻസിൽ എടുത്തിട്ട് എന്ത് എഴുതണം ആ കോളത്തില്? സാമ്പാർ. എങ്ങനെ എഴുതും നോക്കിയേ? സാമ്പാർ അല്ലേ? ആച്ചിനുടനെ തെറ്റിക്കരുത്, നോക്കി താഴെ എഴുതുക. സാമ്പാർ. ഓക്കെ, സാമ്പാർ. എല്ലാരും വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ മക്കളും വായിക്കാൻ ശ്രമിക്കണം. വായിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോ നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്തത് എന്താണ് വായിക്കുവാന്നൊന്ന് നോക്കി നോക്കണ്ടേ നമുക്ക് അല്ലേ? അടുത്തത് ഹാദിയ ഒന്ന് വായിച്ച്. ഹാദിയ. ഓക്കെ, അവിയൽ അല്ലേ? അവിയൽ. ആ എന്ന സ്വരാക്ഷരം ഉണ്ട്. നെക്സ്റ്റ് വൺ എന്താ അക്ഷരം? വായാണ്. ചിഹ്നായ ഈ എന്ന ചിഹ്നം ഇട്ടിട്ടുണ്ട്, യാ എഴുതിയിട്ടുണ്ട്, ചില്ലക്ഷരമായ ഇല്ല യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ അവിയൽ. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? അവിയൽ, അവിയൽ. അപ്പൊ അടുത്ത നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? അവിയൽ. അതിന്റെ താഴെ അവിയൽ എഴുതും. ഓക്കെ, നെക്സ്റ്റ് കറി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആരാ വായിക്കും നോക്കട്ടെ. ഇവിടെ സേറ മരിയ ഒന്ന് വായിച്ചേ. സേറ പ്ലീസ് അൺമ്യൂട്ട്. എന്താ വായിക്കോ സേറ? ഓലൻ. ഓലൻ അല്ലേ? ഓ ഉണ്ട്, ലാ എഴുതിയിട്ടുണ്ട്, ഇന്നിട്ടിട്ടുണ്ട് അല്ലേ? ഓലൻ. താഴെ എഴുതിക്കോ, ഓലൻ. ഓക്കെ, എല്ലാ മക്കളും എഴുതണേ, എഴുതാതിരിക്കരുതേ. ബിയോണ എഴുതി കഴിഞ്ഞോ? ബിയോണ അവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ ബിയോണ. ഓക്കെ, ഗുഡ്, എഴുതി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ സാമ്പാർ, അവിയൽ, ഓലൻ മൂന്നെണ്ണം എഴുതി അല്ലേ? എഴുതിയില്ലേ എല്ലാവരും? ഫിനിഷ് ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? എന്താ വായിക്കോ നോക്കട്ടെ. എന്താണ് ഐഫൂന വായിക്കോ? അത് നോക്കി കൂട്ടി വായിച്ചാ മതി. ഐഫൂന പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തേ മോളെ. കൂട്ടുകറി. ഓക്കെ, കൂ അല്ലേ? എങ്ങനെയാ വായിച്ച? കൂട്ടുകറി അല്ലേ? ചിഹ്നങ്ങൾ നോക്കണേ. കൂട്ടുകറി എഴുതിക്കോ, കൂട്ടുകറി. അതിന്റെ താഴെ എഴുതുക കൂട്ടുകറി. നിങ്ങൾ സ്വന്തം എഴുതണേ, കൂട്ടുകറി. എന്താ സേറ ക്ഷീണിച്ചോ? സേറ എഴുതിയിട്ട് ഇല്ലേ? ഇല്ല അല്ലേ? നെക്സ്റ്റ് അടുത്ത എന്താണ് കറി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഏബൽ മാത്യു ഒന്ന് വായിച്ചേ. അൺമ്യൂട്ട് ചെയ്തോ മോനെ. അയ്യോ, അൺമ്യൂട്ട് പോയി, മ്യൂട്ടായി. ഓക്കെ, കൂട്ടുകറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ് അവിടെ എഴുതിയത്? ഒന്ന് വായിച്ചേ.
ഏബിലേ താക്ക് ഏത് ചിഹ്ന യൂസ് ചെയ്തിട്ടുള്ളത്? താക്ക് മുന്നിൽ ഏത് ചിഹ്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്? രണ്ട് ഏച്ചിനൂട്ട എന്ത് വായിക്കും? തൈര് അല്ലേ? എന്ത് വായിക്കും? തൈര്. ഓക്കെ, തൈര്. അക്ഷരങ്ങളും ചിഹ്നങ്ങളും നിങ്ങൾ സ്വയം നോക്കി വായിക്കണേ. തെറ്റിയാലൊന്നും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിലേ ചിഹ്നങ്ങൾ പഠിക്കൂ. ഓക്കെ, തൈര് അല്ലെ? താക്ക് മുമ്പില് എ എന്ന രണ്ട് ചിഹ്നം. അപ്പൊ ഐ എന്നാണ് ഉച്ചാരണം അല്ലെ? അപ്പൊ തൈര്. ഓക്കെ, തൈര്. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് റസീൻ ഒന്ന് വായിച്ചേ. റസീൻ യൂസഫ് എന്താണ് അവിടെ ഉള്ളത്? അൺമ്യൂട്ട് ചെയ്ത മോനെ. എവിടെയാണ് മോൻ? ഇവിടെ ഒന്നും അല്ലേ ആള്? റസീൻ, നമ്മളിപ്പോ ഓണസദ്യ. ഓണസദ്യയില് നമ്മൾ തൈര് വരെയുള്ളത് വായിച്ചു. അതിന്റെ നെക്സ്റ്റ് റൈറ്റ് സൈഡിലുള്ളതാണ് ഇനി വായിക്കേണ്ടത്. ആ കോളത്തിലുള്ളതാണ്. ഓക്കെ, മോര്. ഓക്കെ, വായിച്ചു എഴുതിക്കോ. മോര്. മോര്. ഓ എന്ന ചിഹ്നാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മോര്. നെക്സ്റ്റ് എന്താണ് അയാൻ വിജേഷേ? അയാൻ. പച്ചടി. ഓക്കെ, പച്ചടി അല്ലേ? ഇച്ച ഉണ്ട് അല്ലേ? പച്ചടി. ടാക്ക് ഈ എന്ന ചിഹ്നവും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പച്ചടി, പച്ചടി. ഓക്കെ, അപ്പൊ എഴുതിക്കോ. അയാൻ എഴുതുന്നില്ലേ? അയാൻ എവിടെ? നെക്സ്റ്റ് അടുത്ത ഏത് കറിയാണ്? മുബ്താസിം വായിച്ചോ. കിച്ചടി. കിച്ചടി. ഓക്കെ, കാക്ക് ഈ എന്ന ചിഹ്നം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കി ഇച്ച ഡി, കിച്ചടി. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എഴുതുന്നുണ്ടോ എല്ലാവരും ഇത്? ഓക്കെ, ദീക്ഷിത് ഒന്ന് വായിച്ച. ദീക്ഷിതേ, അടുത്ത എന്താണ്? എന്ത് കറിയാ അവിടെ ഉള്ളത്? അടുത്തത് കാളൻ. ഓക്കെ, ഗുഡ്. കാളൻ അല്ലേ? കാളൻ എഴുതിക്കോ. കാളൻ. നെക്സ്റ്റ് ഷഹ്ബറ വായിച്ചോ. അടുത്തത് എന്താണ് അവിടെ ഉള്ളത്? കാളൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഏതാണ് ഉള്ളത്? അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ ഷഹ്ബറ. അടുത്ത ഏതാണ് കറി? നമ്മൾ സാമ്പാർ, അവിയൽ, ഓലൻ, കൂട്ടുകറി, തൈര്, മോര്, പച്ചടി, കിച്ചടി, കാളൻ. അവിടെ വരെ എത്തി. നെക്സ്റ്റ് ഏതാണ് വായിക്കേണ്ടത്? എന്താണത്? അടുത്ത് പുളിശ്ശേരി എന്നാണോ? ശരിക്കും നോക്കിയേ. അപ്പൊ ഏകദേശം കൂട്ടി വായിച്ചാണ്. പുളി വരെ മോള് വായിച്ചുള്ളൂ. വായിച്ചേ നോക്കിയേ. പുളി. ഏതാണ് അക്ഷരം? പുളി. ഈ അല്ലേ? യാക്ക് വല്ലിട്ടാൽ ഈ. പുളിയിഞ്ചി. ഓക്കെ, ഗുഡ്. പുളിയിഞ്ചി. ഓക്കെ, അപ്പൊ അത് എഴുതിയോ എല്ലാ മക്കളും? പുളിയിഞ്ചി എഴുതിക്കോ. എല്ലാം ഫിനിഷ് ആയോ? എഴുതിയിട്ട് എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ആദ്യത്തെ അനൂപ് ഒന്ന് വായിച്ചേ. പുളിയിഞ്ചി കഴിഞ്ഞ ഏതാണ്? രസം അല്ലേ? രസം. എന്ന ചിഹ്നം സാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. രസം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താണ് ജിയക്കുട്ടി? പുൽശ്ശേരി.
പുളിശ്ശേരി. ഓക്കെ, പുളിശ്ശേരി അല്ലേ? അപ്പൊ ഇത്രയും കറികൾ ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാവരും എന്റെ താഴെയുള്ള കോളത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഒന്നുകൂടി മിസ് വായിക്കാം. ഓണസദ്യ, അതിൽ ഫസ്റ്റ് വൺ സാമ്പാർ, അവിയൽ, ഓലൻ, കൂട്ടുകറി, തൈര്, മോര്, പച്ചടി, കിച്ചടി, കാളൻ, പുളിയിഞ്ചി, രസം, പുളിശ്ശേരി. ഇല്ല, ഞാൻ വീഡിയോ ഓഫിലാണ് മോളെ ഉള്ളത്. നമ്മുടെ ക്യാമറ ശരിയില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയും കറികളുടെ പേര് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള കറികള്? ആരാ പറയുന്നേ? സാമ്പാർ. ഏതൊക്കെയാ ഇഷ്ടം? സാമ്പാർ ഇവള് പറഞ്ഞു. ആര്? ഷഹുബറ പറഞ്ഞു സാമ്പാർ, അല്ലേ? മോര്. ഷഹുബറ. നെക്സ്റ്റ് റയാൻ ഏതാ ഇഷ്ടം? റയാനെ ഏതൊക്കെ കറികളാണ് നമ്മളിപ്പോ പറഞ്ഞതിൽ ഇഷ്ടം? ഏത് കറിയാ മോനെ ഇഷ്ടം? ഇപ്പൊ ഇത്രയും കറികൾ പറഞ്ഞതില് പച്ചടി. നെക്സ്റ്റോ? സാമ്പാറും പച്ചടിയാണോ? ഓക്കെ. നെക്സ്റ്റ് അനുഗ്രഹക്ക് ഏതാ ഇഷ്ടം? അനുഗ്രഹ പുളിശ്ശേരി, ഉം പപ്പടം, തൈര്. ഓക്കെ, കൊറേ കറി ഇഷ്ടാണ്. ആ ഓക്കെ. നെക്സ്റ്റ് അനുഗ്രഹക്കോ? കൂട്ടുകറി. പിന്നെയോ? ഞാൻ പറഞ്ഞു കൂട്ടുകാരിയാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ കൊറേ പേർക്ക് ഇഷ്ടമുള്ള കറികൾ ഉണ്ടാവും അല്ലെ? നമുക്ക് അടുത്ത ഒരു കോളത്തിൽ ഉണ്ട് എഴുതാൻ. അത് നമുക്ക് അന്നേരം എഴുതാം അല്ലേ? ഓക്കെ, അപ്പോ അത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്ത്? ഓണസദ്യ. സദ്യക്ക് എന്തെല്ലാം കറികൾ ഉണ്ട് എന്നുള്ള പേജ് അല്ലെ? ഒന്നുകൂടി വായിച്ചോ. എന്തൊക്കെയാണ് നമ്മളിപ്പോ എഴുതിയത്? ഒന്ന് വായിച്ചേ. ആയുഷ് ഒന്ന് വായിച്ചേ. ആയുഷേ, ആയുഷ് അൺമ്യൂട്ട് ആൻഡ് റീഡ്. അടുത്ത കറി എന്താണ്? വായിച്ചോ. സാമ്പാർ, സാമ്പാർ, അവിയൽ, ഓലൻ, കൂട്ടുകറി. നെക്സ്റ്റ് തൈര്. നോക്കി വായിച്ച്. മോര്. അതിൽ നോക്കി വായിച്ചേ. അമ്മയുടെ ഹെൽപ്പ് ഒന്നും വേണ്ട, മറ്റന്നെ ആയുഷിന് വായിക്കാൻ പറ്റും. ഓക്കെ, വള്ളിട്ടെന്നാ ടി. പച്ചടി. പച്ചടി. നെക്സ്റ്റ് അടുത്തേ കാളൻ. പുളിയിഞ്ചി. ഓക്കെ, രസം, പുളിശ്ശേരി. ഓക്കെ. നെക്സ്റ്റ് ഫാത്തിമ KM എന്ന് വായിച്ചേ. ഫാത്തിമ ഒറ്റയ്ക്ക് വായിച്ചാൽ മതി, ആരും ഹെൽപ്പ് ഒന്നും വേണ്ടല്ലോ നിങ്ങൾക്ക്. ഒന്ന് വായിച്ചു നോക്കിയേ, തെറ്റിക്കോട്ടെ. വായിച്ചേ ഫാത്തിമ. സാമ്പാർ മുതല്. സാമ്പാർ. അടുത്തേതാ? അക്ഷരം നോക്ക്. അക്ഷരം നോക്കിയേ മോള്. അവിയൽ. ഓലൻ. നെക്സ്റ്റ് കൂട്ടുകറി. തൈര്. മോര്. പച്ചടി. കിച്ചടി. കാളൻ.
കാളൻ ഉം. പുളിഞ്ചി പുളിയിഞ്ചി. രസം. രസം ഉം. ശരി പുളിശ്ശേരി. ഓക്കെ. നെക്സ്റ്റ് അലൻ. സാമ്പാർ ഉം. അവിയൽ ഉം. ഓലൻ കൂട്ടുകറി തൈര് മോര് പച്ചടി കിച്ചടി കാളൻ പുളിയിഞ്ചി രസം അവിയൽ പുളിശ്ശേരി. പക്ഷെ നോക്കാതെ വായിക്കാണ്. പുളിശ്ശേരി. ഓക്കെ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ. ആരൊക്കെയാ ഇപ്പൊ വായിക്കാതുള്ളത്? അൻവിത. സാമ്പാർ ഉം. ഓലൻ ഉം. കൂട്ടുകറി ഉം. തൈര് ഉം. മോര് ഉം. പച്ചടി ഉം. കിച്ചടി ഉം. കാളൻ. കാളൻ ഉം. പുളിയിഞ്ചി. പുളിയിഞ്ചി ഉം. രസം രസം. എരി പുളിശ്ശേരി. ആരവുണ്ടോ അവിടെ? ആരവ് അൺമ്യൂട്ട് ചെയ്ത മോനെ. ഇല്ല ആള്. ഓക്കെ. നെക്സ്റ്റ് അമാൻ മാധവ്. അമാൻ വായിച്ചോ? സാമ്പാർ ഉം. സാമ്പാർ ഉം. അവിയൽ അവിയൽ. അവിയൽ ഉം. ഓലൻ ഉം. കൂട്ടുകറി കൂട്ടുകറി. തൈര്. തൈര് മോര്. മോര് ഉം. പച്ചടി ഉം. കിച്ചടി. കിച്ചടി ഉം. കാളൻ. കാളൻ ഉം. പുളിയിഞ്ചി. പുളിയിഞ്ചി രസം. രസം പുളിശ്ശേരി. പുളിശ്ശേരി ദേവർഷ. സാമ്പാർ ഉം. അവിയൽ ഓലൻ കൂട്ടുകറി തൈര് മോര് പച്ചടി കിച്ചടി കാളൻ പുളിയിഞ്ചി രസം പുളിശ്ശേരി. ഓക്കെ. ഇനി 1 മിനിറ്റേ ഉള്ളൂ. ആരെങ്കിലും ഒഴിഞ്ഞവരാരാ? ഓക്കെ. നൈല ഷക്കീർ. സാമ്പാർ അവിയൽ കൂട്ടുകറി തൈര് മോര് പച്ചടി കിച്ചടി കാളൻ പുളിയിഞ്ചി രസം